വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. എന്റെ അമ്മോ, ഇത് ഭീകരജീവികളുടെ സംഗമമാണല്ലോ. ഡോക്ടർ സ്നേക്ക് എത്ര ഭീകരജീവികളെ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടില്ലേ? വലിയേട്ടാ, ടിം ടിം ഇവിടെ വരുമല്ലോ അല്ലേ? എന്റെ ചങ്ക, എന്റെ ബ്രോ ടിം ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും. കണ്ടില്ലേ എല്ലാ ആൾക്കാരും ഇവിടെ വന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ട് ടിം ഇവിടെ വരും. മോട്ടു എന്തായി ചെയ്യുന്നത്? എപ്പോഴും ഇങ്ങനെ ടിമിന്റെ പേര് പറഞ്ഞ് പണി മേടിച്ച് കൂട്ടാനാണോ പ്ലാന്? ആർക്കെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാൽ നമുക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല, ടിമിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പദ്ധതികളെല്ലാം ഇവിടെ ഇരുചെവി അറിയാതെ വേണം നടപ്പിലാക്കാൻ. മനസ്സിലായോ? നിശബ്ദരായിരിക്കൂ. മന്ത്രവാദികളിൽ മന്ത്രവാദി ഡോക്ടർ സ്നേക്ക് ഇതാ എഴുന്നള്ളുന്നു. എന്തായി ചെയ്യുന്നത്? ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അവന്റെ ജീവൻ അപകടത്തിലാവുകയേ ഉള്ളൂ. ദയവ് ചെയ്ത് മിണ്ടാതിരിക്കേ. അതെ, മോട്ടുവും പത്ലവും ഇവിടെ എത്തി. അവരെന്തായാലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അത്ഭുതകരവുമായ ഡോക്ടർ സ്നേക്കിന്റെ ഈ മാന്ത്രിക ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ സീരിയസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിരിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ ഈ കാലം കരയും. ചാമ്പ്യൻഷിപ്പ് തുടങ്ങട്ടെ. ആദ്യമായി ഏറ്റുമുട്ടുന്നു ഗോറില്ല മാൻ വേഴ്സസ് ഷാർക്കോർ. ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ പോര് കാണാൻ പോകുന്നത്. അടുത്തതായി ഏറ്റുമുട്ടുന്നു പീകോക്ക് മാൻ വേഴ്സസ് ടൈഗർ ചാൻ. വീണ് കിടക്കുന്ന യോദ്ധാവിനെ മറ്റൊരു യോദ്ധാവ് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. നിനക്കെന്താ ഈ യുദ്ധമുറകളൊന്നും അറിഞ്ഞുകൂടെ? അല്ലെങ്കിൽ തന്നെ നിന്നെ കാണുമ്പോൾ ഒരു കാട്ടുവാസിയെ പോലെയുണ്ട്. വരൂ, എന്റെ കൂടെ യുദ്ധം ചെയ്യൂ.
എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റാണ്. മനുഷ്യരുടെ കൂടെ മൃഗങ്ങളെ കൊണ്ടാണോ യുദ്ധം ചെയ്യിപ്പിക്കുക? അതും ഒന്നിനു പകരം നിങ്ങൾ രണ്ടുപേരെയാ അയച്ചു വിട്ടിരിക്കുന്നത്. ഈ ഫൈറ്റ് നിയമത്തിലുള്ളതല്ല. നീ നിന്റെ മന്ത്രവാദത്തിൽ ഇത്രയും അഹങ്കരിക്കുന്നു. എന്നാ കേട്ടോ, ഞാനും ഒരു മന്ത്രവാദി തന്നെയാ. നീ ഇപ്പൊ എനിക്ക് അഷ്ടമി വരെ സമയം താ. പിന്നെ നോക്കിക്കോ, ഞാൻ എന്റെ മന്ത്രവാദം കൊണ്ട് എല്ലാവരെയും മൃഗങ്ങളാക്കും. അപ്പ ചെയ്യുന്ന യുദ്ധം തുല്യന്മാര് തമ്മിലാകും. പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും കാണുകയും ചെയ്യും നിന്റെ ഫൈറ്റേഴ്സിന്റെ കൂടെ നീ തോൽക്കുന്നത്. എവിടത്തെ നിയമമോ? ഇവിടത്തെ നിയമം. നിയമവും പോലീസും ജഡ്ജും എല്ലാം ഞാൻ തന്നെയാണ്. ഇവിടെ എല്ലാം തന്നെ ശരിയുമാണ്, ഒന്നും തന്നെ തെറ്റുമല്ല. ഇവിടെ എനിക്കിഷ്ടമുള്ളതാണ് എപ്പോഴും ശരിയായിട്ടുള്ളത്. എനിക്കിഷ്ടമില്ലാത്തത് തന്നെയാണ് ഇവിടെ തെറ്റായി വിധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫൈറ്റ് ചെയ്ത് വിജയിക്കണം, അല്ലെങ്കിൽ തോറ്റ് പിന്മാറണം. എന്തായി ചെയ്യുന്നത്? അഷ്ടമിക്ക് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കാം അവന് ശരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. ഇനി അഥവാ അവൻ കൂട്ടുകാരെ മൃഗങ്ങളാക്കിയാൽ അവരെ നമുക്ക് ബന്ദികളാക്കി അവരുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ പൊയ്ക്കോ. അഷ്ടമി വരെയുള്ള സമയം നിനക്ക് തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെയെല്ലാം മൃഗങ്ങളായി മാറ്റി ഇവിടെ തന്നെ കൊണ്ടുവരണം. പൊയ്ക്കോ. ഡോക്ടർ സ്നേക്കിന്റെ യഥാർത്ഥ പേര് ഹിംപുത്ര എന്നാണ്. വിദേശത്ത് പഠനം കഴിഞ്ഞ് വന്ന സമയം അദ്ദേഹം സയൻസ് എക്സ്പെരിമെന്റിൽ എപ്പോഴും ബിസിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ലാബിൽ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാനാണ്, ഹിംപുത്രൻ. കുഴപ്പമില്ല. പാമ്പുകളുടെ ശക്തി എന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ രൂപവും എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. ഞാനും ഈ ലോകത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. I'm great. I'm the greatest scientist of the world. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കുങ്ഫുവിനെ ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കൂ, ചിന്തിച്ചു നോക്കൂ. ആനിമൽസ് കുങ്ഫു ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് മനുഷ്യരെക്കാൾ വളരെ നന്നായി ഫൈറ്റ് ചെയ്യാൻ കഴിയും. ബിക്കോസ് they are more powerful. കാരണം അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ എബിലിറ്റി ടു ഫൈറ്റ്, അവരുടെ ശക്തി ഹ്യൂമൻസിനെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആനിമൽസിന്റെ DNA ഹ്യൂമൻസിലേക്ക് പകർത്തി അവരുടെ ശക്തിയും അവരുടെ എബിലിറ്റിയും ഹ്യൂമൻസിലേക്ക് പകർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ എന്റെ എക്സ്പെരിമെന്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് ഒരു ആനിമലിന്റെ ഫേസും കിട്ടി. ഞാൻ പുതിയ പുതിയ ജീവികളെ ഉണ്ടാക്കി അവരെ എല്ലാം കുങ്ഫു എക്സ്പേർട്സ് ആക്കാൻ പോകുകയാണ്. അച്ഛൻ നിങ്ങളെ ഒരു ദിവസം പോലും നിൽക്കാൻ ഇനി അനുവദിക്കില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് ഒരിക്കലും വിചാരിക്കണ്ട. നമ്മൾ ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ടിമിനെയും കൊണ്ട് നമുക്കിവിടുന്ന് പോകാം. അവൻ ചെറിയ കുട്ടിയാണ്. നിങ്ങളെ കണ്ടാൽ അവന് പേടിക്കും. അവനെ കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞാൻ വരാം നിങ്ങളുടെ കൂടെ. അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഡോക്ടർ സ്നേക്ക് എല്ലാ ആളുകളിലും പരീക്ഷണങ്ങൾ നടത്തി.
അങ്ങനെ എല്ലാവരെയും മൃഗങ്ങളാക്കി. അദ്ദേഹം കുങ്ഫു എക്സ്പേർട്സിനെയും ചാമ്പ്യൻഷിപ്പിൽ വിളിച്ചു വരുത്തി. അവരിലും പരീക്ഷണങ്ങൾ ചെയ്ത് അവരെയും മൃഗങ്ങളാക്കി. എന്നാൽ ആളുകളെല്ലാം പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രവാദിയാണെന്ന്. ഞങ്ങൾക്കത് ആദ്യം തന്നെ അറിയാമായിരുന്നു. അയാൾ ഒരു മന്ത്രവാദിയും കുന്ത്രവാദിയും ഒന്നും അല്ല എന്ന്. ഇതെല്ലാം സയൻസിന്റെ കളികളല്ലേ? അതെ, അദ്ദേഹം എവിടെയാണോ കാറ്റിൽ അപ്രത്യക്ഷമാകുന്നത് അവിടെ താഴെ ടണൽ ഉണ്ടായിരിക്കും. ആ ടണലിൽ കൂടി അദ്ദേഹം പുറത്തു വരും. ഞാനും അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിനിരയായി ഒരു മത്സ്യകനികയായി. എനിക്ക് രഹസ്യമായി സഞ്ചരിക്കാൻ ഈ വാട്ടർ ടണൽ ഞാൻ ഉണ്ടാക്കി. എന്നാൽ എന്റെ ഭയം മറ്റൊന്നുമല്ല, ടിംടിമിനെയും അദ്ദേഹം മൃഗമാക്കി മാറ്റുമോ എന്നാണ്. പൊളിച്ചെടുത്തല്ലോ. ഇതെന്തൊരു അച്ഛനാണ്, സ്വന്തം മോനത്തിനെ മൃഗമാക്കാൻ ശ്രമിക്കുന്നല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാൽ ഇവിടെ കർശനമായ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ അഷ്ടമി ആകുമ്പോ ഞങ്ങൾ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നാണോ? എന്നാ പിന്നെ നീ തന്നെ പോയങ്ങ് ഫൈറ്റ് ചെയ്യ്. നീ കണ്ടതല്ലേ, ഡോക്ടർ സ്നേക്കിന്റെ കൂടെ മൃഗങ്ങളുടെ ഒരു സൈന്യം തന്നെ ഉള്ളത്. അവരുമായിട്ട് ഏറ്റുമുട്ടുവാൻ അവരെ പോലെ ശക്തിയുള്ളവർ തന്നെ വേണം. ശക്തിയല്ല, പരിശീലനം. ആ മൃഗങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പരിശീലനം അത്യാവശ്യമാണ്. ആ പരിശീലനം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആരായിരുന്നു അത്? ആരായിരുന്നു അത്? ഇവിടെ എന്ത് തിരയുകയായിരുന്നു? സർ, ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ അന്വേഷിക്കേ, പോയി അന്വേഷിക്കേ. എന്തിനു വേണ്ടി ഇവിടെ വന്നുവെന്നും നമ്മുടെ സൈനികന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും. അവർ മൃഗങ്ങളുടെ രൂപത്തിലായിരുന്നു ഡോക്ടർ സ്നേക്. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ ഈ മൃഗങ്ങളെ നോക്കി അവ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കൂ. അവയുടെ സ്വഭാവം, അവയുടെ ചലനം, അവയ്ക്ക് ഓടാനും ചാടാനുമുള്ള കഴിവ്. നിങ്ങൾ മനസ്സ് വെച്ച് ആ മൃഗങ്ങളെ പോലെ ആകാൻ ശ്രമിക്കണം. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ ആ മൃഗങ്ങളെ പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കൂ. തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. ടൈഗർ ചാൻ, നീ എല്ലാം കാണൂ. പ്രാക്ടീസ് ചെയ്യണ്ട. കാലിന്റെ അവസ്ഥ പിന്നെയും മോശമാകും. മോട്ടു, നീ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കേ. ടൈഗർ ചാങ്, നീ വാച്ച് ചെയ്ത് അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? റെയിനിങ്. എന്റെ അമ്മോ, അത് റെയിനിങ് അല്ല, ട്രെയിനിങ്. ഒരു ആറിന്റെയും ടീയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. എന്തിനാ അതിന് കിടന്ന് ഇങ്ങനെ അലക്കുന്നത്? ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഡോണ്ട് ഫോർഗെറ്റ് യുവർ ബേസിക് ലെസൺസ്. ഹിംനരേഷ് മുൻപേ പഠിപ്പിച്ചതല്ലേ. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ആ കുരങ്ങൻ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് എങ്ങനെയാണ് ചാടുന്നത്? അവന് പൂർണ്ണ വിശ്വാസമുണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അവന്റെ ലക്ഷ്യം കൃത്യമാണ്. മരത്തിൽ ഒരുപാട് ചില്ലകളുണ്ടാകാം, എന്നാൽ ഏത് ചില്ല പിടിക്കണമെന്ന് നമ്മൾക്ക് കൃത്യമായ ഫോക്കസ് ഉണ്ടായിരിക്കണം. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. അത്രേ ഉള്ളൂ. എന്റെ മോട്ടു, ഫോക്കസ്. ഇത് ടിംടിമിന്റെ ജീവന്റെ പ്രശ്നമാണ്.
Watch India's largest kids library only on Jio Hotstar. Download the app now.